ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. ചിന്നുമുയലും അത്ഭുത പേരക്കയും. പച്ചപ്പും ഭംഗിയുമുള്ള ഒരു മനോഹരമായ കാട്ടിലായിരുന്നു ചിന്നു എന്ന കൊച്ചുമുയൽ താമസിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ ചിന്നുവിന് ഒട്ടും ഉന്മേഷം തോന്നിയില്ല. അവന് കൂട്ടുകാരോടൊപ്പം ഓടിക്കളിക്കാൻ വയ്യാത്തതുപോലെ തോന്നി. അവനൊരു മരച്ചുവട്ടിൽ സങ്കടപ്പെട്ടിരുന്നു. അപ്പോഴാണ് വലിയ തുമ്പിക്കായ് വീശി അപ്പു ആന അങ്ങോട്ട് വന്നത്. എന്തുപറ്റി ചിന്നു, നീ എന്താണ് കളിക്കാൻ വരാത്തത്? അപ്പു ചോദിച്ചു. എനിക്കൊട്ടും വയ്യ അപ്പു, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു, ചിന്നു പറഞ്ഞു. അപ്പു ആന ചിരിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു മരത്തിൽ നിന്നും പച്ച നിറത്തിലുള്ള ഉരുണ്ട ഒരു പഴം പറിച്ചെടുത്തു. ഇതാ, നീ ഇത് കഴിക്കൂ, ഇത് നിനക്ക് നല്ല ശക്തി തരും, അപ്പു പറഞ്ഞു. ചിന്നു ആ പഴം കൈയിലെടുത്തു. ഇതെന്താണപ്പു, ഇതിന്റെ പുറംഭാഗം നല്ല പച്ച നിറമാണല്ലോ, ചിന്നു അത്ഭുതത്തോടെ ചോദിച്ചു. ഇതാണ് പേരയ്ക്ക, അപ്പു പറഞ്ഞു. ചിന്നു ആ പേരയ്ക്ക ഒന്ന് കടിച്ചു. ഓ, ഇതിന്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള പിങ്ക് നിറമാണല്ലോ, അവൻ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. അപ്പു പേരയ്ക്കയുടെ ഗുണങ്ങൾ ചിന്നുവിന് പറഞ്ഞുകൊടുത്തു. ചിന്നു, ഈ പേരയ്ക്ക കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരു വലിയ കോട്ട പോലെ സംരക്ഷണം കിട്ടും. ഇതിൽ ഒരുപാട് വിറ്റാമിൻ സി ഉണ്ട്. അത് നിനക്ക് ജലദോഷവും പനിയും വരാതെ നോക്കും. നിന്റെ പല്ലുകൾക്കും എല്ലുകൾക്കും നല്ല ബലം കിട്ടാനും ഇത് സഹായിക്കും. ചിന്നുവിനത് കേട്ടപ്പോൾ വലിയ കാര്യമായി തോന്നി. അപ്പു തുടർന്നു. മാത്രമല്ല, ഇത് കഴിച്ചാൽ നിന്റെ വയറിന് നല്ല സുഖം തോന്നും. നിനക്ക് നല്ല വിശപ്പുമുണ്ടാകും. നമ്മുടെ കണ്ണിനും ചർമ്മത്തിനും പേരയ്ക്ക വളരെ നല്ലതാണ്. ചിന്നു ആ പേരയ്ക്ക മുഴുവനും കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് നല്ല ഉന്മേഷം തോന്നി. അവന്റെ ക്ഷീണമൊക്കെ പമ്പ കടന്നു. അവന് പഴയതുപോലെ ഓടാനും ചാടാനും കഴിഞ്ഞു. നന്ദി അപ്പു, ഇനി മുതൽ ഞാൻ ദിവസവും പേരയ്ക്ക കഴിക്കും, ചിന്നു സന്തോഷത്തോടെ പറഞ്ഞു. ചിന്നുവും അപ്പുവും ചേർന്ന് കാട്ടിലൂടെ ഓടിക്കഴിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും ആരോഗ്യത്തിനായി പേരയ്ക്ക കഴിക്കാൻ ശീലിച്ചു. നല്ല നിറമുള്ള രുചിയുള്ള പേരയ്ക്ക അവരുടെ പ്രിയപ്പെട്ട പഴമായി മാറി. ഗുണപാഠം: പേരയ്ക്ക കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും നൽകുന്നു. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോക